വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വരാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നണമെങ്കിൽ ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ആ വ്യക്തി പുതുതായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ ആ വ്യക്തിയുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ന്യൂ ബിഗിനിങ് ആ ലൈഫിൽ, അല്ലെങ്കിൽ ന്യൂ ചാപ്റ്റർ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ പഴയ കുറേ ഓർമ്മകൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയുടെ ബാല്യകാല ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ചൈൽഡ്ഹുഡിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കാണാത്ത റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അവരുമായിട്ടൊരു കൂടിക്കാഴ്ച വ്യക്തിയുമായിട്ട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ആ വ്യക്തി ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഇൻ്റലക്ച്വൽ വേയിൽ. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ്. ഒരു വളരെ ഫ്യൂരിയസ് ആയിട്ടുള്ളൊരു മൂമെൻ്റാണ് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നൂടെ കാണാൻ സാധിക്കുന്നത്. അതേസമയം ആ വ്യക്തി ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിൽ നിന്നും നല്ല സന്തോഷവും സമാധാനവും ഉള്ള ഒരു നിലപാടാണ് ആ വ്യക്തിയുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുടുംബമൊത്ത് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ കുടുംബമൊത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മുൻപ് ഈ വ്യക്തി പല സിറ്റുവേഷനിലും സ്പോണ്ടാനിയസ് ആയിട്ട് റിയാക്ട് ചെയ്തിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിക്ക് ആന്തരികമായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് അനുകൂലമാണ് എന്നല്ല, സിറ്റുവേഷൻ അനുകൂലമല്ലെങ്കിൽ കൂടി ആ ഒരു സാഹചര്യത്തെ ടാക്കിൾ ചെയ്യാനുള്ളൊരു ടാലൻറ്റ് ആ വ്യക്തിയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു മെച്യൂരിറ്റി ആ വ്യക്തിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാ വക യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സും ഈ വ്യക്തിക്ക് ഈ ഒരു ടൈമിലുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എത്ര ഭയങ്കരമായിട്ടുള്ള വ്യക്തികൾ അവരുടെ മുന്നിലാണെങ്കിലും, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യമോ ഭയങ്കരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുണ്ട്. ആ വ്യക്തി ബുദ്ധിപരമായിട്ട്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വേയിൽ ഒരുപാട് പവർഫുള്ളായിട്ടാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. അതായത് അവരുടെ തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ്. അവരുടെ തീരുമാനങ്ങളെ മാറ്റാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ മറ്റുള്ളവർക്ക് സാധിക്കാത്ത ഒരു നിലപാടിൽ തന്നെയാണ് ആ വ്യക്തി ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ വന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ മാറ്റാനോ ഉള്ളൊരു ശക്തി മറ്റുള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പേടിയാണ് ഈ വ്യക്തിയുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് മറ്റുള്ളവർ പ്രകടിപ്പിച്ചാൽ കൂടി ഈ വ്യക്തിക്ക് അതെല്ലാം മനസ്സിലാക്കാനും അവരുടേതായ ഒരു സ്റ്റാൻഡിൽ മൂവ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ആ വ്യക്തിക്ക് കുറേ കോമ്പറ്റീഷൻസ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിലകൊള്ളുന്ന ചുറ്റുപാടിൽ പല വ്യക്തികൾ അവരെ ആക്രമിക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ നല്ലത് ആഗ്രഹിക്കാത്ത ചുറ്റുപാടിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്.
പക്ഷേ എന്തൊക്കെ തന്നെയായാലും ആ വ്യക്തിക്ക് അതിനുള്ളൊരു ഇൻറ്റേർണൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ആ ഒരു സാഹചര്യത്തെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേസമയം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് വളരെ ഓവർലോഡഡ് ആണ് ആ ഒരു വ്യക്തി. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവർ ചെയ്തു തീർക്കേണ്ടായ പല കാര്യങ്ങളുണ്ട്, അവർക്ക് ടോപ്പ് ഓഫ് ദി സിറ്റുവേഷനാണ് ആ വ്യക്തി നിൽക്കുന്നത്. പല സമയത്തും ഒന്നും വേണ്ട, എല്ലാത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോയാൽ മതി എന്നുള്ളൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇതെല്ലാം അവർ മനസ്സിൽ ഒതുക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾക്കോ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ വ്യക്തി അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ലോഡ് ആ വ്യക്തിക്കുണ്ട്. അത് മേ ബി ആ വ്യക്തി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ആ വ്യക്തി ഈ ഒരു ടൈമിൽ തയ്യാറല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു ആവശ്യം ഇവിടെയുണ്ട്. കാരണം പെട്ടെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷനോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളോ മേ ബി ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറൻറ്റ് എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.